ലോകത്ത് മതം വെച്ച് തീവ്രവാദം വെച്ച് പുലർത്തുന്ന ഏക വിഭാഗം അല്ലെങ്കിൽ ഏക രാഷ്ട്രം ലോകത്ത് ആരാണെന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് മറുപടി പറയാൻ കഴിയും. മതത്തിന്റെ പേരിൽ തീവ്രവാദം, ലോക നിയമങ്ങളൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയും അത് അക്ഷരാർത്ഥത്തിൽ ചെയ്യുകയും ചെയ്യുന്ന ഏക സംവിധാനം ലോകത്തുള്ളത് എല്ലാവർക്കും പച്ചയായി അറിയാം. ഇന്ന് ഇസ്രായേലിന്റെ മന്ത്രി സ്മോട്രിച്ച് പറഞ്ഞത് അങ്ങനെയുള്ളൊരു കാര്യമാണ്. The laws do not apply to Jews. ജൂതന്മാർക്ക് നിയമങ്ങളൊന്നും ഇല്ല എന്നാണ്. This is the difference between the chosen people and others. തെരഞ്ഞെടുക്കപ്പെട്ട വിഭാഗങ്ങളും ജനതയും അല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ലോകത്തെ നിയമങ്ങളൊന്നും ജൂതന്മാർക്ക് ബാധകമല്ല. കാരണം അവർ ദൈവം വാഗ്ദാനം ചെയ്തിട്ടുള്ള വിഭാഗമാണ്. അതുകൊണ്ട് അവർക്ക് ഇവിടെ ലോകത്തുള്ള നിയമങ്ങളൊന്നും ബാധകമല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് അക്ഷരാർത്ഥത്തിൽ വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. വംശഹത്യ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ അധിനിവേശം നടത്താൻ പാടില്ല, മറ്റൊരു രാഷ്ട്രത്ത് അതിക്രമം നടത്താൻ പാടില്ല. ഇതൊക്കെ ലോകത്തിന്റെ നിയമങ്ങളാണ്. ആ നിയമങ്ങളൊന്നും ഞങ്ങളിൽ അപ്ലൈ ചെയ്യപ്പെടുകയില്ല, കാരണം ഞങ്ങൾ ചൂസൺ പീപ്പിൾ ആണ് എന്നാണ് ഇപ്പോൾ സ്മോട്രിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് അക്ഷരാർത്ഥത്തിൽ ലോകത്തെ, അറബ് ലോകത്തെ ഒക്കെ പ്രതിസന്ധിയുടെ കാരണം. യഥാർത്ഥത്തിൽ ഈ വിഭാഗം തന്നെയാണ് അവരുടെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ എളുപ്പമാകാൻ വേണ്ടി മുസ്ലിം ലോകത്ത് തീവ്രവാദം, തീവ്രവാദികൾ എന്നൊക്കെ പ്രചരിപ്പിച്ച് അതിനുവേണ്ടി ചില വിഭാഗങ്ങളെയൊക്കെ അവർ തന്നെ നിർമ്മിക്കുകയും അതിലൂടെ അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കുകയും ചെയ്യുക. ഇതെല്ലാം ചെയ്തിട്ടുള്ളത് ഇവർ തന്നെയാണ്. നോക്കൂ നിങ്ങൾ, ഒരു നിയമസാധുതയും ഇല്ലാതെ ലിബിയയിൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ അവസാനത്തെ ആക്രമണത്തെ കുറിച്ചല്ല, അവിടെ ഉണ്ടായിരുന്ന ആണവ പദ്ധതികൾക്ക് നേരെ ആക്രമണം നടത്തി. ഈജിപ്തിൽ ഉണ്ടായിരുന്ന ആണവ റിയാക്ടറുകൾ ആക്രമിച്ചു. അതുപോലെ തന്നെ ഇറാഖിലുണ്ടായിരുന്ന ആണവ റിയാക്ടർ ആക്രമിച്ചു. സിറിയയിൽ ഉണ്ടായിരുന്ന ആണവ റിയാക്ടർ ആക്രമിച്ചു. സിറിയയിൽ ഈ അടുത്ത് യുദ്ധമുണ്ടായിട്ടുണ്ട്. ആ ഘട്ടത്തിലല്ല നാം ഈ പറഞ്ഞത്. സദ്ദാം ഹുസൈനുമായി യുദ്ധമുണ്ടായിട്ടുണ്ട്. ആ ഘട്ടത്തിലല്ല നമ്മൾ പറയുന്നത്. അങ്ങനെയുള്ള ഒരു യുദ്ധമൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ അവിടെയുള്ള ആണവ റിയാക്ടറുകൾ ആക്രമിക്കുക. കാരണം ഇവരുടെ മുന്നിൽ ഒരു ലക്ഷ്യമുണ്ട്. മുസ്ലിം വേൾഡിലൊന്നും ആണവായുധം ഉണ്ടാകാൻ പാടില്ല, മുസ്ലിം രാഷ്ട്രങ്ങളിൽ ആണവായുധം ഉണ്ടാകാൻ പാടില്ല എന്നാണ്. എന്നാൽ അമേരിക്കക്ക് അങ്ങനെ ആക്രമണം നടത്താൻ കഴിയില്ല. പക്ഷെ അങ്ങനെ ആക്രമണം നടത്തിയെങ്കിലേ ആ ആണവ റിയാക്ടർ തകർത്തെങ്കിൽ മാത്രമേ അവിടെ ആണവായുധം ഇല്ലാതെ പോവുകയുള്ളൂ. അതിനുവേണ്ടി സ്ഥാപിച്ച ഒരു സംവിധാനമാണ് ഈ പറയപ്പെടുന്ന ഇസ്രയേൽ എന്ന് പറയുന്ന സംവിധാനം. യഥാർത്ഥത്തിൽ ഇതിന് നമുക്കൊരു രാഷ്ട്രീയ സംവിധാനം എന്ന് മനസ്സിലാക്കുന്നതിലപ്പുറം ഇവിടെയുള്ള അമേരിക്കയുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനം, അമേരിക്കയുടെയും യൂറോപ്പിന്റെയും ഒക്കെ സംവിധാനങ്ങൾ, അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനം മാത്രം. കാരണം അവർക്ക് നിയമം ബാധകമല്ല എന്ന് പച്ചയായി പറഞ്ഞ ലോകത്തെ ഒരേ ഒരു സംവിധാനം അത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നമുക്കറിയാം, ഇറാൻ ആണവായുധം നിർമ്മിക്കുമെന്ന ഭയമാണ് അവർക്കുള്ളത്. പക്ഷേ ഇസ്രയേൽ ഇഷ്ടംപോലെ ആണവായുധം സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. അവിടെ ആണവ റിയാക്ടർ ഉണ്ട്. അത് ലോകത്തിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ടാണോ? അല്ല. അവിടെ അങ്ങനെ നിർമ്മിക്കാൻ പാടില്ല എന്ന കാര്യങ്ങൾ അവിടെ ബാധകമല്ല. എന്നാൽ അതിന് ചില ആളുകൾ പറയും അവര് അങ്ങനെയുള്ള ഒരു കരാറിൽ ഒപ്പിട്ടിട്ടില്ല. ലോകത്തെ ആണവായുധം വ്യാപിക്കുന്നത് തടയുക എന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, അതിനുള്ള ഒരു കരാർ ലോകത്തുണ്ട്. ആ കരാറിൽ ഇസ്രയേൽ ഒപ്പുവെച്ചിട്ടില്ല എന്നാണ്. എന്നാൽ ഉത്തര കൊറിയയും അങ്ങനെ തന്നെയാണ്. ഉത്തര കൊറിയയുടെ ആണവ പദ്ധതികൾക്ക് നേരെ ശക്തമായ രൂപത്തിൽ അമേരിക്ക മുന്നോട്ട് വരുന്നു, അവർക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തുന്നു. പക്ഷേ ഉത്തര കൊറിയയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആണവായുധം അവരുടെ രാഷ്ട്രത്തിന്റെ ഡിഫൻസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്, പ്രതിരോധത്തിന് വേണ്ടിയാണ്. അതിൽ അടിയറ വെക്കുന്ന ഒരു സാഹചര്യവുമില്ല. ആരെങ്കിലും ഞങ്ങൾക്കെതിരെ ആക്രമിക്കാൻ വന്നാൽ ആണവായുധം കൊണ്ട് അവരെ തീർക്കുമെന്ന് പച്ചയായി പറയുന്ന ഒരു രാഷ്ട്രമാണ് ഉത്തര കൊറിയ. അവിടെയും ഈ ഇറാന്റെ കാര്യങ്ങൾ പറയുന്ന നിയമങ്ങളൊക്കെ അവിടെയും ബാധകമാണ്. പക്ഷെ എന്തുകൊണ്ട് ഇറാൻ ആക്രമിക്കപ്പെടുന്നു, ഇറാന്റെ റിയാക്ടറുകൾ ആക്രമിക്കപ്പെടുന്നു? നമുക്കറിയാം, അമേരിക്കയും ഇസ്രയേലും ചേർന്നുകൊണ്ടാണ് ഇറാനിൽ ആക്രമണം നടത്തിയിട്ടുള്ളത്. ഇസ്രയേൽ ആക്രമിച്ചു, പക്ഷെ ആ ആക്രമണത്തിൽ കാര്യങ്ങൾ നേടിയിട്ടില്ല എന്ന് ബോധ്യമായപ്പോൾ അമേരിക്ക തന്നെ അത് തകർക്കാൻ വേണ്ടി ഇറങ്ങി B-2 ബോംബറുകൾ ഉപയോഗിച്ച് യുദ്ധം ചെയ്യുകയായിരുന്നു. ഈ രീതിയിൽ ലോകത്തെ നിയമങ്ങളെ തകർക്കുക, വെല്ലുവിളിക്കുക, അതുപോലെ തീവ്രവാദ പ്രവർത്തനങ്ങൾ സൃഷ്ടിക്കുക, എതിരാളികളെ ഇത്തരത്തിലുള്ള തീവ്രവാദ സംഘങ്ങൾ അവർക്കിടയിൽ ഉണ്ടാക്കി, അതുപോലെ മൊസാദ് ചാരന്മാരെ ഇറക്കി വളരെ ഭദ്രതയോടുകൂടെ സമാധാനത്തോടുകൂടെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രങ്ങളെ സമാധാനം ഇല്ലാതാക്കുക, തകർക്കുക, അവിടെയെല്ലാം പുതിയ വിഭാഗങ്ങളെ സൃഷ്ടിച്ച് അവർക്ക് ആയുധം നൽകി അവിടെയെല്ലാം ആഭ്യന്തര കലാപങ്ങൾ ഉണ്ടാക്കുക. ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ ഈ സംവിധാനം ലോകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്നാൽ ഈ സംവിധാനത്തെ കൊണ്ട് അതെല്ലാം നടത്തിപ്പിക്കുന്ന കാര്യങ്ങൾ യൂറോപ്പും അമേരിക്കയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നതാണ് ലോകത്തെ ഏറ്റവും വലിയ സമാധാനത്തിന്റെ വെല്ലുവിളി.